ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു. ഇന്നിതാ ഞാനൊരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബീട്രൂട്ട് വൈൻ, അടിപൊളി ടേസ്റ്റുള്ളൊരു ബീട്രൂട്ട് വൈൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ബീട്രൂട്ട് വൈൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായി ഞാനിവിടെ ഇതാ 2 വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ബീട്രൂട്ട് തന്നെ വേണം. ഇതുപോലെ നല്ല കളറായിരിക്കണം, അപ്പോഴാണ് നമ്മുടെ വൈനിലും നല്ല കളറ് കിട്ടുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 കിലോളം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ചെറിയ പീസസ് ആയിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ബീട്രൂട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴുകിയതിന് ശേഷം നമുക്ക് ആ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് കളയാം. ശേഷം നമുക്ക് പിന്നീട് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ പോവുമല്ലോ. ഇതുപോലെ ചെയ്താൽ മതി. ഫസ്റ്റ് സ്കിന്നൊക്കെ ഒന്ന് നമ്മൾ റിമൂവ് ചെയ്തെടുക്കാം, പിന്നീട് നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ആ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ പോയിട്ട് ആ ഒരു കാണാനൊരു ലുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ അതിൻ്റെ സ്കിന്നൊക്കെ വാഷ് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക, പിന്നീട് അത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളിലേക്ക് ഇതിൻ്റെ ആ ഒരു ചവർപ്പ് ടേസ്റ്റൊക്കെ വരില്ലേന്ന്, ആ ഒരു റോ ടേസ്റ്റ് ഇല്ലേ, പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല അടിപൊളി വൈൻ തന്നെ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 2 പീസും നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട്, കൂടുതൽ ചെറിയ പീസൊന്നും ആക്കണ്ട, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. 2 ബീട്രൂട്ടും ഞാനിതാ ഇവിടെ ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചുരണ്ടി ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സ്പീഡിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 2-3 പീസ് പട്ട, 2 ഏലക്കായ, 6 കറാമ്പൂ, അതുപോലെ ഒരു വറ്റൽമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും, പിന്നെ അതുപോലെ വേണ്ടത് ആക്റ്റീവ് ഈസ്റ്റുമാണ് വേണ്ടത്. ഇത്രയും ഐറ്റംസും കൂടെ നമുക്ക് ആവശ്യമുണ്ട് ബീട്രൂട്ട് വൈൻ തയ്യാറാക്കാൻ വേണ്ടി. ആക്റ്റീവ് ഈസ്റ്റ് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. ഡ്രൈ ഈസ്റ്റ് ആവുന്ന ടൈമിൽ നമ്മളത് സെപ്പറേറ്റ് കലക്കൊക്കെ വെച്ച് ചെയ്യണം. അപ്പം ഇതുപോലുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കാം. പിന്നെ ഈ നാരങ്ങാനീര് മസ്റ്റാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമുക്കൊരു കഴുകി വൃത്തിയായിട്ടുള്ളൊരു കുക്കർ എടുക്കാം. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് മുഴുവനായി ഇട്ടെടുക്കാം. ശേഷം നമുക്കതിലോട്ട് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ. ഇതാ ഞാനിവിടെ ഫസ്റ്റ് തന്നെ കറാമ്പൂ ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പട്ട ഇട്ടുകൊടുക്കാം, കറുവപ്പട്ടയില്ല അത് ഇട്ടുകൊടുക്കാം, ഏലക്കായ ഇട്ടുകൊടുക്കാം, ഇഞ്ചി ഇട്ടുകൊടുക്കാം. പിന്നെ നമ്മുടെ വറ്റൽ മുളകിൽ ജസ്റ്റ് ഒന്ന് നടുവിലൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊരു കീറ് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഫുള്ള് മുറിച്ചിടരുത്, ജസ്റ്റ് ഒരു കുഞ്ഞു കീറ് വെച്ചെടുക്കണം കൈ വെച്ചിട്ട്. അപ്പോൾ അതും കൂടെ അതിലോട്ട് ഇട്ടുകൊടുക്കാം. പിന്നെ ഞാനിത് അവിടെ 2 പിടി ഗോതമ്പ് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ഗോതമ്പാണ്. ഉണങ്ങിയിട്ട് തന്നെ ഇടണമെന്നൊന്നുമില്ല, നമ്മളിതിപ്പോൾ കുക്കറിൽ ബോയിൽ ചെയ്തെടുക്കുകയാണല്ലോ. അപ്പം ആ ഒരു ഗോതമ്പും കൂടെ ഇട്ടെടുത്തതിന് ശേഷം ഞാനിതിലോട്ടൊരു 1 ലിറ്റർ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ലിറ്ററോളം പച്ചവെള്ളം. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ ആണല്ലോ ബീട്രൂട്ട്. അപ്പോൾ ഇതിലോട്ട് ഞാനിത് 1 ലിറ്ററോളം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്നത് അടച്ച് വെച്ചൊരു 2 വിസിലിന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അതവിടെ വിസിലൊക്കെ വന്നിട്ടുണ്ട്, 2 വിസിലും വന്നിട്ടുണ്ട്. നമുക്കിനിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. എയറൊക്കെ പോയി ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതാ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്ന അരിപ്പയിലായാലും ഈ പാത്രത്തിലായാലും ഒരു തരി പോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ആ ഒരു ടൈമിൽ പോയിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. എന്തായാലും അരിപ്പയിൽ ആ കുഞ്ഞു കുഞ്ഞു ഹോളിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാനിത് അവിടെ ബീട്രൂട്ടിലുള്ള വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞെക്കി പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അരിപ്പ് വെച്ചിട്ട്. ഈ വൈനുണ്ടല്ലോ ഡെയിലി നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ മരത്തായി വീട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ അരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്കിതിലോട്ട് ഞാൻ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 250 ml കപ്പിൽ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവാൻ വേണ്ടെങ്കിൽ ഇതൊന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 1 ലിറ്ററാണല്ലോ വൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് 2 കപ്പ് ഷുഗർ കറക്റ്റായിരുന്നു കേട്ടോ. ഇനി അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നൊരു മരത്തവി വെച്ചൊന്ന് ഞാനിത് ഈ ഒരു ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയെല്ലാം ഒന്ന് മെൽട്ടായി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്.
നന്നായി ചൂട് തണിഞ്ഞിട്ട് തന്നെ ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യണം കേട്ടോ. ചൂടോട് കൂടി ഇതൊന്നും ചെയ്യാൻ നിൽക്കല്ലേ. എല്ലാം പ്രത്യേകിച്ച് ഇതിൽ നാരങ്ങാനീരൊക്കെ ഒഴിക്കുമ്പോൾ ഒട്ടും ചൂട് പാടില്ല. അതുകൊണ്ട് നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രം ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനത് അവിടെ ഷുഗറൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു 1 ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ നീരില്ലേ, അതും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒട്ടും ചൂട് പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഷുഗർ ഇടുന്ന ടൈമിലാണെങ്കിൽ ഓക്കെ, നാരങ്ങ നീര് ഒഴിക്കുന്ന ടൈമിൽ ഒട്ടും ചൂട് പാടില്ല കേട്ടോ. ഇനി നമുക്കതിലോട്ടൊരു കുഞ്ഞു പട്ടയും ഒരു ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, മുഴുവനായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ ഞാനിവിടെ ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ചില്ല് കുപ്പിയാണ്, പൊട്ടുന്ന കുപ്പിയാണ്, പ്ലാസ്റ്റിക് ഒന്നുമല്ല. പ്ലാസ്റ്റിക്കിലും സ്റ്റീലിലൊന്നും ഇടാറില്ല കേട്ടോ, ഞാൻ ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല. സോറി, ഒന്നുകിൽ ഞാൻ ഭരണിയിലിടും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗ്ലാസ് ജാറിലാണ് ഇതുവരെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ എടുക്കുന്ന ടൈമിൽ ഒരു തുള്ളി പോലും വെള്ളം പാടില്ല കേട്ടോ. ഒക്കെ നിങ്ങൾ തലേന്ന് തന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് ആ ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. കൂടുതൽ പ്രഷർ കൊടുത്ത് അടക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതിയേ. എന്നിട്ട് നമുക്കിതൊരു ഇരുടുള്ള സ്ഥലത്തോട്ട് വെച്ചെടുക്കണം. ഞാനിത് കബോർഡിലോട്ടാണ് വെച്ചെടുക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾ ഡെയിലി എടുത്തിട്ട് ഇങ്ങനെ തവി വെച്ച് ഇളക്കേണ്ട ഒരു ആവശ്യവുമില്ല കേട്ടോ. നമുക്കിത് 3-ാമത്തെ ദിവസം ഒന്ന് എടുത്തരിച്ചാൽ മാത്രം മതി. ഇപ്പം ഞാനിത് എടുത്തിട്ട് നമ്മുടെ 1 ലിറ്ററോളമുള്ള വൈനാണ് ഈ കാണിക്കുന്നത്. ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നിപ്പോൾ ഡേ 3 ആണേ. വൈനൊക്കെ സൂപ്പറായി പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ആ ഒരു കിരികിരാന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലോട്ട് ഇത് അരിച്ചെടുക്കാൻ പോവുകയാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. 3 ദിവസം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് ഇവിടെ അരിച്ചെടുക്കുന്ന കാണിക്കാം കേട്ടോ എങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ മോനാണ് കേട്ടോ. അപ്പം ഇതിൽ ചില കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. കാരണം എൻ്റെ ട്രൈപോഡ് ഈ ഒരു ടൈമിൽ എന്തോ ഒരു ചെറിയ കംപ്ലയിൻറ്റ് വന്നിട്ട് എനിക്ക് ഫോൺ വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ മോനാണ് എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ആളിതിൽ എന്തൊക്കെയോ മിസ്സാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനതങ്ങനെ അരിച്ചുകൊണ്ട് നിൽക്കുകയാണേ. അപ്പോൾ അടിയിൽ കുറച്ച് മട്ടൊക്കെ വരുന്നുണ്ട്, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. അത് നമ്മൾ ഫുള്ളായിട്ട് ഇതിലോട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനതാ ഞാൻ ഈ ബോട്ടിൽ ഒഴിക്കുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഞാനത് ഈ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ചില്ല് ബോട്ടിൽ. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ നമ്മുടെ വൈന്. പിന്നെയാണിതാ നിങ്ങളെ വൈൻ്റെ ഗ്ലാസ്സിലൊക്കെ ഒഴിക്കുന്ന കാണിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികൾക്കൊക്കെ ഈ വൈന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 2-ാമത്തെ ദിവസം തന്നെ എടുത്ത് മാറ്റി ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വൈന്. ഇത് പുറത്തിരിക്കും തോറും വീര്യം കൂടി വരും ബീട്രൂട്ട് വൈനെ. അപ്പോൾ ഞാനൊരു ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ നമുക്ക് ദുബായിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കറുത്ത മുന്തിരിങ്ങയില്ലേ, അത് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കിയത്. സത്യം പറയാനുള്ള സൂപ്പർ ടേസ്റ്റാണ്. ഇത് കുടിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ആ ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് കൊടുത്ത് ഞാൻ ചോദിച്ച ആളെടുത്ത് എങ്ങനെയുണ്ട് വൈനെന്ന്. അപ്പോൾ ആൾ പറയുന്നുണ്ട് സൂപ്പറായിട്ടുണ്ട്, ഹാപ്പിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വൈൻ തന്നെയാണ് കേട്ടോ. രക്തം വയ്ക്കാനും പിന്നെ എന്താ പറയുക നിറം വെക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ബീട്രൂട്ട് വൈൻ തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.